2016 സെപ്റ്റംബർ 5 ഇന്ത്യയിലെ ടെലികോം ചരിത്രത്തിൽ ഏറ്റവും വിപ്ലവകരമായ ദിവസം. മുകേഷ് അംബാനി ഒരു പ്രഖ്യാപനം നടത്തി. എല്ലാവർക്കും സൗജന്യ ഇന്റർനെറ്റും വോയിസ് കോളുകളും. ആ ഒരു വാക്കിൽ കോടിക്കണക്കിന് ഡോളറിന്റെ മാർക്കറ്റ് വാല്യൂ തകർന്നു. എയർടെൽ, വോഡഫോൺ എന്നീ കമ്പനികളുടെ ഓഹരി വില കുത്തനെ വീണു. 10 ടെലികോം കമ്പനികളുണ്ടായ ഇന്ത്യയിൽ പെട്ടെന്ന് 4 മാത്രം അവശേഷിച്ചു. പക്ഷേ ഇത് വെറും ബിസിനസ് കഥയല്ല. ഇത് എങ്ങനെ ഒരാൾ ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവി തന്നെ മാറ്റിമറിച്ചു എന്നതിന്റെ കഥയാണ്. 2010 മുകേഷ് അംബാനി ഒരു തീരുമാനമെടുത്തു. പെട്രോ കെമിക്കൽസിൽ നിന്നും റിഫൈനറിയിൽ നിന്നും സമ്പത്ത് സമ്പാദിച്ച അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി: ഡാറ്റ ഇസ് ദ ന്യൂ ഫ്യൂച്ചർ. അങ്ങനെ 2010 അദ്ദേഹം ഇൻഫോടൈൽ ബ്രോഡ്ബാൻഡ് എന്ന കമ്പനി വിലക്ക് വാങ്ങി. വിലയോ 4800 കോടി രൂപ. മിക്കവരും ചിന്തിച്ചു, ഇതൊരു റിസ്കി ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? പക്ഷേ അംബാനിക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്ക് വേഗമേറിയതും വില കുറഞ്ഞതുമായ ഇന്റർനെറ്റ് നൽകണം. 2010 ഇന്ത്യയിൽ മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചിരുന്നത് വെറും 3 കോടി പേർ മാത്രം. പലരും 2G നെറ്റ്വർക്കിൽ മെസ്സേജ് അയക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന കാലം. അന്നത്തെ മാർക്കറ്റ് ലീഡർമാർ എയർടെൽ, വോഡഫോൺ, ഐഡിയ ഇവരെല്ലാം സന്തുഷ്ടരായിരുന്നു. കാരണം 1 GB ഡാറ്റയ്ക്ക് 250 രൂപ വരെ ചാർജ് ചെയ്യുന്ന കാലം. വോയിസ് കോളുകൾക്ക് മിനിറ്റിന് 2 രൂപ, SMS-ന് 1 രൂപ. പക്ഷേ മുകേഷ് അംബാനി കണ്ടത് മറ്റൊരു ഭാവിയായിരുന്നു. 2010 മുതൽ 2016 വരെ 6 വർഷം. ഈ കാലയളവിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് രഹസ്യമായി നിർമ്മിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പേര് റിലയൻസ് ജിയോ. $25 ബില്യൺ, ഏകദേശം 2 ലക്ഷം കോടി രൂപ ഒരേ സമയത്ത് നിക്ഷേപിച്ചു. ഇന്ത്യയിൽ മുഴുവനായി 1,50,000 മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചു. 2,50,000 കിലോമീറ്റർ ഫൈബർ ഒപ്റ്റിക് കേബിൾ വിതരണം ചെയ്തു. ഇത് എത്ര വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്കൊന്ന് കമ്പാരിസൺ നോക്കാം. മുഴുവൻ അമേരിക്കയിലും ഉള്ള ഫൈബർ കേബിളിൻ്റെ ദൈർഘ്യത്തെക്കാൾ കൂടുതൽ കേബിൾ ഇന്ത്യയിൽ മാത്രം ജിയോ സ്ഥാപിച്ചു. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഈ മുഴുവൻ പ്രവർത്തനവും പുറം ലോകം അറിയാതെ നടത്തി. എയർടെൽ, വോഡഫോൺ എന്നിവർ കരുതി ഇത് വെറും ബ്രോഡ്ബാൻഡ് കമ്പനിയാണെന്ന്. അവരുടെ മുഴുവൻ മാർക്കറ്റും പിടിച്ചെടുക്കാനുള്ള ആസൂത്രണം നടക്കുന്നുണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു. 2015 ജിയോ ബീറ്റ ടെസ്റ്റിംഗ് ആരംഭിച്ചു. റിലയൻസ് എംപ്ലോയീസിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും സൗജന്യ സിം കാർഡുകൾ നൽകി. ഈ സമയത്ത് ഏകദേശം 10 ലക്ഷം പേർ ജിയോ ടെസ്റ്റ് ചെയ്തു. അവരുടെ അനുഭവം അത്ഭുതകരമായിരുന്നു. 4G സ്പീഡ്, HD വോയിസ് കോളുകൾ ആൻഡ് വീഡിയോ കോളുകൾ ഇതെല്ലാം ഫ്രീ ആയി. വിരോധികൾ പറഞ്ഞു, ഇത് സാധ്യമല്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഹൗ ക്യാൻ സംവൺ മേക്ക് എ ബിസിനസ് ബൈ ഗിവിംഗ് ഫ്രീ ഇന്റർനെറ്റ്? എന്നാൽ അംബാനിയുടെ കാൽക്കുലേഷൻ വ്യത്യസ്തമായിരുന്നു. 2016 സെപ്റ്റംബർ 5 മുകേഷ് അംബാനിയുടെ ഭാഗത്തു നിന്ന് ഒരു അൺയൂഷ്വൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി. 3 മാസം സൗജന്യ ഡാറ്റയും വോയിസ് കോളുകളും, അതിനുശേഷം എല്ലാ വോയിസ് കോളുകളും എന്നേക്കുമായി സൗജന്യം. ഈ ഒരു പ്രസ്താവനയുടെ ആഘാതം ഇൻസ്റ്റന്റേനിയസ് ആയിരുന്നു. കാരണം ഓഹരി വിപണിയിൽ എയർടെൽ 7% ഇടിഞ്ഞു, വോഡഫോൺ 6% ആൻഡ് ഐഡിയ 8% ഇടിഞ്ഞു. പക്ഷേ ജിയോയുടെ യഥാർത്ഥ വിപ്ലവം വില നിർണ്ണയത്തിൽ മാത്രമായിരുന്നില്ല, ടെക്നോളജിയിലും ഉണ്ടായിരുന്നു. മറ്റ് കമ്പനികൾ 2G 3G നെറ്റ്വർക്കുകളിൽ കളിച്ചപ്പോൾ ജിയോ പൂർണ്ണമായും 4Gയിൽ പ്രവർത്തിച്ചു. ആൻഡ് ദ റിസൾട്ട് വാസ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ഇന്റർനെറ്റ്. എന്നാൽ ആദ്യ ദിനം എളുപ്പമായിരുന്നില്ല. കാരണം സെപ്റ്റംബർ 5 ജിയോ സ്റ്റോറുകൾ തുറന്നു. പ്രതീക്ഷിച്ചത് പ്രതിദിനം ലക്ഷക്കണക്കിന് ഉപയോക്താക്കളെയാണ്. യഥാർത്ഥത്തിൽ വന്നത് കോടിക്കണക്കിന് ആളുകൾ. സിം കാർഡ് വാങ്ങാൻ കിലോമീറ്റർ നീളമുള്ള ക്യൂ. സിം കാർഡുകൾ തീർന്നുപോയി. മാധ്യമങ്ങൾ വിമർശിച്ചു, ജിയോയ്ക്കും ഡിമാൻഡ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ #ജിയോ ഫെയിൽ ട്രെൻഡായി. പക്ഷേ മുകേഷ് അംബാനി പരിഭ്രാന്തനായില്ല. 2 ആഴ്ചകൾ കൊണ്ട് സപ്ലൈ ചെയിൻ ശരിയാക്കി. സിം വിതരണം കൂട്ടി. റീറ്റെയിൽ പാർട്ട്ണർഷിപ്പുകൾ വർദ്ധിപ്പിച്ചു. 6 മാസത്തിനുള്ളിൽ 1.6 കോടി സബ്സ്ക്രൈബർമാർ. 3 മാസത്തിനുള്ളിൽ 5 കോടി സബ്സ്ക്രൈബർമാർ. ആൻഡ് 6 മാസത്തിനുള്ളിൽ 10 കോടി സബ്സ്ക്രൈബർമാർ. ആൻഡ് ദ വേൾഡ് റെക്കോർഡ് വാസ് ഏറ്റവും വേഗത്തിൽ 10 കോടി ഉപയോക്താക്കൾ സമ്പാദിച്ച കമ്പനി. ഫേസ്ബുക്കിന് ഇത് 4 വർഷം വേണ്ടി വന്നു. ജിയോയ്ക്ക് വെറും 170 ദിവസം മാത്രം മതിയായിരുന്നു.